ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പോളം ചെറുപയർ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പ് ചേർത്ത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അത് ഞാനിവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കും. ഈ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്നങ്ങ് മുങ്ങണേ, അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരൊറ്റ മണിക്കൂർ വെച്ചാലും മതി. ഞാനൊരു 2-3 മണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പം ഇത് അവിടെ നിന്ന് കുതിർന്നോട്ടെ. അതുകൊണ്ട് ഈ ചെറുപയർ പരിപ്പൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് അമർത്തുമ്പോഴത്തേനും ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞ് വരണം. ആ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത പണികൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് കുതിരട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ടെ ചെറുപയർ പരിപ്പൊക്കെ അത്യാവശ്യം ഒന്ന് വലുതായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോ. അതുകൊണ്ട് ഇതാണ് ആ ഒരു പാകം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്നങ്ങ് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്നങ്ങ് കഴുകി എടുത്തുകൊണ്ട് വരാൻ. ഇപ്പോൾ ദാണ്ടെ ഞാൻ ഒന്ന് 2-3 വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ ഒരു 3/4 കപ്പോളമൊക്കെ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തായിരുന്നല്ലോ, ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം വലിയതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്, ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണേ, അതുവരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുമ്പോൾ ദാണ്ട ഇതുപോലെ ഇരിക്കും. നമ്മുടെ ദോശയുടെ ബാറ്ററിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മറ്റൊരു ബൗളിലോട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ ദോശയുടെ മാവിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു മാവാണ് കണ്ടോ. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട, ഡയറക്റ്റ് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെക്കണം, അത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരൊറ്റ മണിക്കൂർ കുതിർത്ത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് വലുതോ ചെറുതോ ആയിട്ടുള്ള ദോശകൾ ചുട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദോശ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോഴത്തേനും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ശരിക്കും പറയാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശയെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഹെൽത്തി ആണ്. അപ്പോൾ നമുക്കിനിയും അടുത്ത ദോശയും കൂടെ ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും. രാത്രിയൊക്കെ അരി കുതിർക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ദോശ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ ദോശയെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി ദോശയും കൂടെ ഞാൻ ചുട്ടെടുത്ത് കൊണ്ടുവരാം.
അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. നിങ്ങളുടെ അഭിപ്രായം ട്രൈ ആക്കി നോക്കിയിട്ട് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. ഇതിന് മുകളിൽ ഞാൻ ഒഴിക്കുന്നത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി അതാണ്. അപ്പം അതും കൂടെ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.